കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന കിരണ് കല്യാണിയും ഗംഗാപ്രസാദിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുവാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു കണക്ക് ഇത്രയും നാളും കള്ളത്തരം കാണിച്ചു തന്നു കിരണിന്റെയും കല്യാണിന്റെയും മുന്നിൽ. അവസാനം അവര് സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ്. ഗംഗാപ്രസാദ് ആരാണ് എന്താന്നുള്ള അവരുടെ ചതിയുടെ രഹസ്യമൊക്കെ തിരിച്ചറിയുവാണ്. അതോടൊപ്പം തന്നെ കാർത്തികനെ ലക്ഷ്മിനെ നൈസായിട്ട് അങ്ങ് തീർത്തിട്ട് കടന്നു കളയാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗംഗാപ്രസാദ്. പക്ഷെ ഒരു നിമിഷം അതെല്ലാം തകിടം മറിയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊമോയിൽ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, 1-2 രൂപയുടെ അല്ല, 2 കോടി രൂപയുടെ ചെക്കാ ഇപ്പൊ കൈവന്നിരിക്കുന്നേ. അങ്ങനെ 2 കോടി രൂപയുടെ ചെക്ക് കൈവന്നാൽ പിന്നെ മനോഹറിന് വേറെ എന്തെങ്കിലും നോക്കാനുണ്ടോ? മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് വരുണ്ട വീട്ടിൽ നിന്ന് മടങ്ങുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് മടങ്ങി കഴിയുമ്പോൾ മനോഹറിന്റെ മനസ്സിൽ ഒരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് കല്യാണം ഒന്ന് കാരണം കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ചെക്ക് മാറി കിട്ടുള്ളൂ. പിന്നെ താൻ കോടീശ്വരനാ. പിന്നെ സരയോനെയൊക്കെ തനിക്ക് പുഷ്പം പോലെ വലിച്ചെറിയാം. ഇനിയിപ്പോ അവള് സത്യങ്ങൾ അറിഞ്ഞു വന്നാൽ പോലും തനിക്കൊന്നും ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട. പിന്നെ ഇങ്ങനെ ഇപ്പൊ ചെക്കുകൾ ഇപ്പൊ തന്നെ 2 കോടി രൂപയുടെ ചെക്ക് കിട്ടി. ഇങ്ങനെ പോവാണെങ്കിൽ പോകെ അവര് എത്ര കോടി രൂപയുടെ ചെക്ക് വരും? ഒറ്റ മോളാണ്, കോടികളുടെ ആസ്തിയുണ്ട്. ഓ, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തിന് മനോഹറിന് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് സരുവിന്റെ കോള് വരുന്നത്. മനോഹർ, ഓ ദൈവമേ, ഈ നാശം പിടിച്ച പിശാശ് എന്തിനാണോ ഈ സമയത്ത് വിളിക്കണമെന്ന് ഓർക്കുക. നല്ലൊരു സമയത്ത് അവള് വിളിക്കാൻ കണ്ട അവൾക്ക് സമയം എടുക്കാതിരുന്നിട്ട് ഇനി പണ്ടാരത്തിന് ഇനിയിപ്പം സംശയവും. പിന്നീട് മനോഹർ രണ്ടും കൽപ്പിച്ച് കോൾ എടുക്കുകയാണ്. പിന്നീട് മനുവേട്ടൻ്റെ എവിടെയാന്ന് ചോദിക്കാം. ഞാൻ പുറത്താ മോളൂ, എന്താന്ന് ചോദിക്കാം. അല്ല, മനുവേട്ടനെ കണ്ടില്ല, മനുവേട്ടൻ രാവിലെ ഇവിടുന്ന് പോയതല്ലേ, വല്ല മീറ്റിങ്ങോ കാര്യങ്ങളോ എന്താണെന്നും അറിയില്ലല്ലോ, ഒരു വാക്ക് പോലും പറയാതെ പോയതല്ലേ, അതുകൊണ്ട് വിളിച്ചാന്ന് പറയും. അത് പിന്നെ മോളും ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴാ കഴിഞ്ഞ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മനോഹർ എല്ലുവാണ്. മനോഹർ എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സരു ഇറങ്ങി വന്നു. പിന്നീട് സംസാരിക്കുന്ന ഇടയ്ക്ക് മനോഹർ പറഞ്ഞു, അതെ, ഇന്നൊരു കൊറിയൻ കമ്പനിയുമായിട്ടായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. ചെറിയ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, 1 കോടി രൂപയുടെ ചെക്കാന്ന് പറയണം. ആഹാ, കൊള്ളാലോ. അപ്പൊ കഴിഞ്ഞ ദിവസം 1 കോടി രൂപയുടെ ചെക്ക് കിട്ടിയില്ലെന്ന് ചോദിക്കുക. അതേ മോളൂ, ഇതിപ്പാണ്ട് 1 കോടി രൂപയുടെ ചെക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അമേരിക്കയ്ക്ക് പോകും, പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, സുഖമായിട്ട് ജീവിക്കാലോ എന്ന് പറയണം. ഇത് കേട്ടതും സരയോ അങ്ങോട്ട് വിശ്വസിച്ചു. സരയോ പറഞ്ഞു, അത് ശരിയാ മനുവേട്ടാ, ഞാൻ പറഞ്ഞല്ലോ ബാങ്കിലിരിക്കുന്ന സ്വർണ്ണമൊക്കെ എടുത്ത് വിറ്റിട്ട് ആ പണം കൂടെ അക്കൗണ്ടിൽ ഇട്ടേക്കാൻ പറയണം. ഇത് കേട്ടോ മനോഹർ പറഞ്ഞു, ഇനിയിപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് കേട്ട സരി പറഞ്ഞു, അതെന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞേ? അതിവിടെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലോ. ശരിയാ, ഇനിയിപ്പോ മോള് പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തേക്കാന്നൊക്കെ പറയണം. ഈ സമയം മനോഹറിന്റെ മനസ്സിലുണ്ട്, അധികം വൈകാതെ നിന്നെ തേച്ചിട്ട് ഞാനൊരു പോക്ക് പോടി എന്നൊരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സമയം കല്യാണി വരുണിന്റെ അവരുടെയൊക്കെ അടുത്തുനിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് കാർത്തിയെ വിളിക്കുന്നത്. കാർത്തിയെ വിളിച്ച് സംസാരിക്കുന്ന കൊടുത്ത് കല്യാണി ചോദിച്ചു, അല്ല തിരക്കാണ് കല്യാണി എന്ന് ചോദിക്കണം. ഇല്ല, ഞാന് ഇനി പോലെ മനോഹറിന്റെ അവിടെ വെച്ച് പോയിട്ട് അങ്ങോട്ട് പോവാന്ന് പറയണം. മനോഹറും വരുണും തമ്മിലുള്ള കഥകളൊക്കെ കാർത്തികയ്ക്ക് അറിയാം. അപ്പൊ അവിടെ പോയിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും പറഞ്ഞു, അതെ ഞാൻ ടൗണിൽ തന്നെ ഉണ്ട്, ഒരു പർച്ചേസിങ്ങിന് വന്നാന്ന് പറയണം. ആണോ, അന്നെങ്കിൽ ഞാനും വരാം, കാർത്തികേച്ചി എവിടെയാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, കാർത്തികേയനത്ത് കല്യാണി ചെല്ലുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കടയിൽ കയറി ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഈ സമയത്താണ് പെട്ടെന്ന് ആ ഒരു കാഴ്ച കാണുന്ന കാർത്തിക. കാരണം അങ്ങോട്ടേക്ക് ഗംഗാപ്രസാദ് കയറി വരുന്നു. കല്യാണിക്ക് ഗംഗാപ്രസാദ് ആരാ എന്താണെന്നും അറിയത്തില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. ഈ പറയുന്ന ജെറി ജോൺ ആണ് ഗംഗാപ്രസാദ് എന്ന് കാര്യം അറിയത്തില്ല. പിന്നീട് അവനങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി കാർത്തിക. പിന്നീട് കാർത്തിക പെട്ടെന്ന് തന്നെ കല്യാണി പറഞ്ഞു, ദേ കല്യാണി, ഗംഗാപ്രസാദ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയണേ. ഗംഗാപ്രസാദ്, അതെ അവൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്, ഇപ്പൊ ഞാൻ അവനെ കണ്ടെന്ന് പറയണം. ഇത് കേട്ടതും എന്ത് ചെയ്യാണ്, കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് കാണണമല്ലോ, അവന്റെ മുഖമെങ്കിലും കണ്ടിരിക്കണമല്ലോ, അവൻ എന്താ ഏതാന്നൊക്കെ തിരിച്ചറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാന്ന് പറയണം. അങ്ങനെ അവർ നോക്കണ സമയത്താണ് ആ ഒരു കാഴ്ച ഗംഗാപ്രസാദ് കാണുന്നത്. കല്യാണിയും കാർത്തികയും കൂടെ അവരോട് നടക്കുന്നത്. പെട്ടെന്ന് ഗംഗാപ്രസാദിന് അപകടം എടുത്തു. ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. തന്നെ എങ്ങാനും ഇപ്പം കണ്ടിട്ട് കാർത്തിക താനാണ് ഗംഗാപ്രസാദ് എന്നുള്ള കല്യാണിയോട് ആ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് അവിടുന്ന് കടന്നു കളയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കല്യാണി കാർത്തിയും കൂടെ അവനെ അന്വേഷിച്ച് വരുവാണ്. ഈ സമയം അവൻ പമ്മി ഇങ്ങനെ തുണിക്കൊക്കെ മറിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. കാരണം ടെക്സ്റ്റൈൽ ഷോപ്പല്ലേ, തുണികളൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ അതിന് മറിഞ്ഞ് നിൽക്കുവാണ്. പിന്നീട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യുക, പെട്ടെന്ന് അവന് ഐഡിയ തോന്നി, എങ്ങാനും തന്റെ മുഖം പെട്ടെന്ന് കണ്ട് പിടിക്കപ്പെട്ടാലോ. അവിടുന്ന് ഒരു മാസ്ക് എടുത്ത് വെച്ച് ഒരു തൊപ്പിയും കൂടി എടുത്ത് തലയിലേക്ക് വെക്കുവാണ്. ഇനിയിപ്പം മുഖം പെട്ടെന്ന് അങ്ങ് ക്ലിയർ ആവത്തില്ലല്ലോ. ആ സമയത്ത് കല്യാണിയും കാർത്തിയും അങ്ങോട്ട് വരുന്നേ. അപ്പം ഗംഗാപ്രസാദ് തിരിഞ്ഞു നിൽക്കുവാണ്.
ഇത് കണ്ടപ്പോഴത്തേനും കാർത്തിക തെങ്ങ് നോക്കിയേ ദേ നിൽക്കുന്ന ആ തിരിഞ്ഞു നിൽക്കുന്നവനാന്ന് പറയണം. പെട്ടെന്ന് കല്യാണി പോയി അവന്റെ പുറത്ത് തട്ടുവാണ്. പുറത്ത് തട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അവൻ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിനെയും കാർത്തികേനെയും കണ്ടു. ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് കല്യാണി അവന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. കാരണം മാസ്ക് വെച്ച് ഇത്രയും മുഖമൊക്കെ മറച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗങ്ങള് കാണാലോ, ബാക്കി ഭാഗങ്ങൾ അറിയാലോ. ആ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് സംശയം താനിത് എവിടെയോ കണ്ടിട്ടുള്ള ഒരു മുഖമാണല്ലോ എന്നൊരു മനസ്സിലേക്ക് പെട്ടെന്ന് അവർ വരുവാണ്. കാരണം തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിലും മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കല്യാണി ഇച്ചിരി ബുദ്ധി കൂടിയ ഇനമാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ്. ഈ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിയോട് കല്യാണി പറഞ്ഞു, കാർത്തിയേച്ചി എനിക്ക് നല്ല പരിചയമുള്ള മുഖം എന്ന് പറയണം. സത്യമായിട്ടാണോ നിൽക്കുക? അതെ, ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. എനിക്ക് ചില സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം. സംശയങ്ങളോ? അതെന്താ? അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതാണോന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെയാന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയണം. കാർത്തിക്ക് മനസ്സിലായി കല്യാണിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ സംശയങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇവനെക്കുറിച്ചുള്ള എന്തെങ്കിലും അറിവുകൾ കല്യാണിക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കല്യാണി ഇങ്ങനെ പറയണമെന്ന് കരുതുവാണ്. അങ്ങനെ അവർ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങുവാണ്. ഈ സമയത്തെല്ലാം കല്യാണിന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്ന അവന്റെ മുഖമായിരുന്നു. അവൻ ജെറിയാണോ? ആ, ഒരു പക്ഷേങ്കിൽ ആവാനും ചാൻസ് ഉണ്ട്. കാരണം മുഖം കണ്ടിട്ട് ആ കണ്ണ് കണ്ടിട്ട് അതേപോലെ തന്നെ ഇരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ തങ്ങളെ കബളിപ്പിക്കുകയാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് കല്യാണി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, അതെന്താ ഇത്ര ലേറ്റ് ആയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം കല്യാണി കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം കിരൺ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിനുള്ള ചാൻസ് കൂടുതലുണ്ടെന്ന് പറയണം. ഒരു പക്ഷെ മനഃപൂർവ്വം നമ്മുടെ ഇടയിലേക്ക് അവൻ കയറി വന്നാണോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടെന്ന് പറയണം. കല്യാണി പറഞ്ഞു, അതിന് സാധ്യത കൂടല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാർത്തികേച്ചിയോട് ചോദിക്കാം. അവന്റെ ഫോട്ടോസും വല്ലതും കാര്യങ്ങളും കിട്ടാൻ വല്ല വഴിയുണ്ടോന്ന് ചോദിച്ചു നോക്കാന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, കാർത്തികേനെ വിളിക്കുകയാണ്. കാർത്തികേനെ വിളിച്ചിട്ട് ഗംഗാപ്രസാദിന്റെ ഫോട്ടോസും വല്ലതും ഉണ്ടോന്ന് ചോദിക്കുക. അങ്ങനെ അവസാനം ഗംഗാപ്രസാദിന്റെ ഒരു ഫോട്ടോ കാർത്തിക് കല്യാണിക്ക് അയച്ചു കൊടുക്കണം. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി കിരൺ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അത് ജെറി ജോൺ ആയിരുന്നു. ഓഹോ, അപ്പം തങ്ങളെ മനഃപൂർവ്വം പറ്റിച്ച് അവൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. വെറുതെ അല്ല. അപ്പൊ കാർത്തികേനെ ലക്ഷ്മിയമ്മനെ തകർക്കാൻ വേണ്ടി വന്ന ആ കൂടെ തന്നെ തങ്ങളുടെ പതനമായിരിക്കും അവന്റെ ലക്ഷ്യം. തങ്ങൾ ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് ഇടപെടല്ലേ. അതൊക്കെയാണ്. ഇതെല്ലാം അറിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, എന്നാലും ഇത്രയും ദിവസം നമ്മളെ പറ്റിച്ചില്ലേ കല്യാണി, നമുക്കൊരു സംശയം പോലും തോന്നില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, കിരണേട്ടന് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഭാഗ്യം. എനിക്കിപ്പോൾ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ കിരണേട്ടനെ ആക്രമിച്ച് ഇനിയിപ്പോൾ ഇവന്റെ ആൾക്കാരാണോന്നോ ഈ പറയുന്ന ഗംഗാപ്രസാദിന്റെ ആൾക്കാരാണോന്നോ. കിരൺ പറഞ്ഞു, അതിനും ചാൻസ് കൂടുതലാന്ന് പറയണം. അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. ഒരു പക്ഷെ ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഇടയിലേക്ക് കയറി പറ്റാനായിട്ട് അവൻ രക്ഷകനായിട്ട് എത്തിയതാണോന്ന് സംശയമുണ്ടെന്ന് പറയണം. കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വെറുതെ വിടില്ല, നമുക്ക് അവന്റെ കള്ളത്തരം കണ്ടുപിടിക്കണമെന്ന് പറയണം. ഒരു കണക്കിന് കിരണേട്ടൻ ഇതുവരെയായിട്ടും കിരണേട്ടൻ ഓർമ്മശക്തി തിരികെ കിട്ടിയിട്ടില്ല, എഴുന്നേക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ അന്ന് പറയായിരുന്നു. നന്നായി. അന്നെങ്ങാനും പറഞ്ഞായിരുന്നെങ്കിൽ അവൻ ജീവനോടെ വെച്ചേക്കില്ലായിരുന്നു. കിരണേട്ടനെ കൊന്നു കളഞ്ഞാനെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ശരിയായ കല്യാണി എന്ന് പറയാ, തൽക്കാലത്തേക്ക് അവൻ ഈ കാര്യങ്ങളൊന്നും അറിയണ്ട. ഇപ്പം അവൻ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അവനെ കൈകാര്യം ചെയ്യാന്ന് പറയണം. അങ്ങനെ അവര് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഈ സമയത്ത് ഗംഗാപ്രസാദിന്റെ മനസ്സിൽ ഭയങ്കര സംശയമായിരുന്നു. ധീമേ, കല്യാണി തന്നെ കണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ? തന്നെ ഗംഗാപ്രസാദ് എന്നുള്ള കാര്യം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കോ? അതറിയാനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ, അങ്ങോട്ടേക്ക് ചെല്ലണം. ഒരു പക്ഷേങ്കില് കല്യാണീനെ കിരണിനെ കാണിട്ട് ചെല്ലുവാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടപെടലൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവാണ്, അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് മനോഹർ വന്ദനയെ വിളിക്കുകയാണ്. വന്ദനയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ബീച്ച് വരെ വരണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉണ്ടെന്ന് പറയണം. കേട്ടപ്പോൾ വരുണ്ട് നല്ല ദേഷ്യം വന്നേ. ഓ, ഇവൻ എന്ത് കാണാനാണോ എന്റെ ഈ ഈശ്വര വിളിക്കുന്നത്, ഇനി ഒരുങ്ങി കെട്ടി പോണല്ലോ എന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യുവാണ്. അങ്ങനെ അവസാനം റെഡിയായിട്ട് ബീച്ചിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ ജീവേട്ട എന്തിനാ വിളിപ്പിച്ചെന്ന് ചോദിക്കാം. അത് പിന്നെ മോളൂനെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ, കല്യാണമൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഞാൻ അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് ദുബായിൽ നിന്ന് എത്തും, വന്നു കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം കല്യാണം നടത്തണം എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരും പറഞ്ഞു, അതിനൊക്കെ എനിക്ക് എപ്പോഴേ സമ്മതമാ. എൻ്റെ വീട്ടിലാണ് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്ന് അവരുടെ മനസ്സിലെ ആഗ്രഹം. പിന്നെ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, അതുകൊണ്ട് ഇനി കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും കല്യാണം നടത്താം, ഞങ്ങൾ റെഡിയാണ്. അതിനുവേണ്ടി സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും മനോഹറിന്റെ കണ്ണൊന്നും മഞ്ഞളിച്ചു. സ്വർണ്ണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? പിന്നെ സ്വർണ്ണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോന്നോ? ഇഷ്ടം പോലെ സ്വർണം, എന്നെ ഇട്ടുമൂടാനുള്ള സ്വർണം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പക്ഷെ എനിക്ക് ഈ സ്വർണത്തോടൊന്നും താല്പര്യമില്ല ജീവേട്ടാ.
അറിയാലോ എനിക്കിങ്ങനെ സിമ്പിളായിട്ട് നടക്കാൻ ഇഷ്ടം എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെയാ. പക്ഷേങ്കില് ഒറ്റ മോളല്ലേ, അന്നത്തെ ദിവസം എല്ലാരും കാണുന്നല്ലേ, അപ്പൊ സർവാഭരണം വിഭൂഷിതയായിട്ട് വേണം മണ്ഡപത്തിലേക്ക് വരാന് എന്നൊക്കെ മനോഹർ പറയുന്നുണ്ട്. കാരണം എന്തോരം സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് അറിയണമല്ലോ, അതൊക്കെ അടിച്ചു മാറ്റാനുള്ളതല്ലേ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. പിന്നീട് കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷം അവര് റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാണ്ട് കയറുവാണ്. ആ സമയത്താണ് നിഷ അങ്ങോട്ടേക്ക് വരുന്നത്. നിഷയ്ക്ക് അറിയായിരുന്നു അവരിവിടെ ഉണ്ടെന്ന്. നിഷേനെ കണ്ടതും മനോഹർ അവിടുന്ന് നൈസായിട്ട് മുങ്ങുവാണ്. മനോഹറിനെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്റെ പണി പാളും എന്നുള്ള കാര്യം. കാരണം മനോഹർ എവിടെ ചെന്നാലും അവിടെയൊക്കെ ഒന്നെങ്കിൽ മനോഹർ പറ്റിച്ച് ഏതെങ്കിലും പെൺകുട്ടികൾ വരും, അല്ലെങ്കിൽ ഈ പറയുന്ന കല്യാണിയോ കിരണ ആരെങ്കിലും വരാറുണ്ട്. ഇത്തവണ നിഷയാണ് വന്നേ. നിഷേനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഫുഡ് പോലും കഴിക്കാതെ അവൻ ഇറങ്ങി ഓടുവാണ്. ഈ കാഴ്ച കണ്ടെന്ന് നിഷയ്ക്ക് സന്തോഷമായി. കാരണം അവൻ ഇങ്ങനെ മാക്സിമം ഇട്ട് ഓടിക്കണം, അവൻ എന്തോരം വരെ ഓടുമെങ്കിൽ അത്രയിടം വരെ ഓടട്ടെ എന്നൊരു ചിന്തയായിരുന്നു നിഷയുടെ മനസ്സിൽ. 2 ദിവസത്തിനുള്ളിൽ തന്നെ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുമല്ലോ. ഇനിയിപ്പം വന്ദന വരുണാന്നുള്ള സത്യം അവൻ അറിയും. ഇനി അവൻ ഒരു പെണ്ണിനെയും ചതിക്കരുത് എന്നൊരു ചിന്തയായിരുന്നു നിഷയുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് വരുണിന്റെ അടുത്തേക്ക് വന്നിട്ട് നിഷയും വരുണും കൂടെ ഇത് പറഞ്ഞ് കുറെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം ഗംഗാപ്രസാദ് ഒരു കാര്യം തീരുമാനിച്ചു. കിരണ്ടൻ കല്യാണയും അടുത്തേക്ക് പോകണം, അവരെ കാണണം. ഒരു പക്ഷെ അവർ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ കിരണ്ടൻ കല്യാണയും കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പതിവ് പോലെ തന്നെ കല്യാണി ഒന്നും മുഖത്തൊന്നും പ്രകടിപ്പിച്ചില്ല. ചെറുച്ചേട്ടനെ വാന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ച് അങ്ങോട്ട് കയറ്റി ഇരുത്തുവാണ്. ഈ സമയത്ത് കിരൺ ഒന്നും മിണ്ടാതെ കിടക്കുവാണ്. പിന്നീട് സംസാരിക്കുന്നതിനിടയ്ക്ക് കല്യാണി ഗംഗാപ്രസാദിന്റെ കാര്യം എടുത്തിടുവാണ്. ഈ സമയത്ത് അവന്റെ മുഖത്തുണ്ടായ ഭാവപതർച്ചകളൊക്കെ ശ്രദ്ധിച്ചു. അവന്റെ മുഖത്ത് എന്തേലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവന് ഞെട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി ഗംഗാപ്രസാദിന്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും. അങ്ങനെ പറഞ്ഞ് അവസാനം എന്ത് ചെയ്യുവാണ്, കല്യാണി അവന്റെ കോളറിനെ കയറി പിടിക്കുകയാണ്. ആദ്യം അവന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കോളറിനെ കയറി പിടിച്ചിട്ട് അവനിട്ട് ഒറ്റ അടി കൊടുക്കണം കർണം തീർത്ത്. അപ്പോഴാണ് ഗംഗാപ്രസാദിന്റെ കാര്യം മനസ്സിലായത്. കല്യാണിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നീട് ചോദിച്ചു, നീ എന്താടാ വിചാരിച്ചേ, ഞങ്ങൾ എല്ലാ കാലം പറ്റിക്കാന്ന് വിചാരിച്ചോ? അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിന്റെ നേരെ ഗംഗാപ്രസാദ് അടുക്കുവാണ്. അടുത്തിട്ട് പറഞ്ഞു, എടി നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നിന്നെ മാത്രമല്ല, ഈ കിടക്കുന്നുണ്ടല്ലോ ഇവനെ ഇങ്ങനെ ആക്കി വെച്ച് ഞാനടി, ഞാൻ ചെയ്തതിന്റെ ഫലമായിട്ട് ഇപ്പൊ ഇങ്ങനെ കിടക്കണേന്ന് പറയാണ്. ഇത് കേട്ട കല്യാണിക്ക് സഹിച്ചില്ല. അവന്റെ നാവേന്ന് അത് കേട്ടിട്ടുണ്ട് കല്യാണിക്ക് സഹിക്കാൻ പറ്റുമോ? കല്യാണി അവന്റെ കോളറിന് കയറി പിടിച്ചു പറഞ്ഞു, എടാ എനിക്കറിയായിരുന്നടാ, എനിക്ക് സംശയം തോന്നിയായിരുന്നടാന്ന് പറയാണ്. പിന്നീട് കല്യാണിയെ പിടിച്ച് തള്ളിയിട്ട് തല്ലാൻ തുടങ്ങുമ്പോഴത്തേന് കിരൺ അങ്ങോട്ട് ചാടി എഴുന്നേക്കുവാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. ഗംഗാപ്രസാദ് ഇങ്ങനെ ഒരു ടിസ്റ്റ് അവന് ചാടി എഴുന്നേക്കാൻ പറ്റുമെന്നും അല്ലെങ്കിൽ അവന് ഓർമ്മശക്തി തിരികെ കിട്ടിയെന്നുള്ളതും. പിന്നീട് അവിടെ ഇട്ട് ഗംഗാപ്രസാദിനെ ഇട്ട് പഞ്ഞിക്കിടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇതിപ്പോ അടുത്ത ആഴ്ചത്തെ പ്രഭവവിശേഷത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നടക്കും തന്നെ നമുക്ക് വിശ്വസിക്കാം കേട്ടോ, പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ പിന്നത്തെ ആഴ്ച ആയിരിക്കും. ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നതാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.